അതാണ് സത്യം. എന്തായാലും കുഴപ്പമില്ല. ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ സംസാരമില്ല, അതില്ല. എനിക്കുണ്ടായതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. അത് കൊള്ളാലോ. എനിക്കുണ്ടായ ബുദ്ധിമുട്ടോ എനിക്കുണ്ടായ വിഷമോ എന്റെ വീട്ടുകാർക്കുണ്ടായ സങ്കടമൊന്നും ഇവിടെ ആർക്കും പോയിരുന്നു തുടങ്ങണം. അവൻ കാരണം എനിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇവള് കാരണം എനിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, ഈ അനുമോള് കാരണം. എന്നിട്ട് ഞാൻ വന്നിട്ട് അനുമോള് ഇവിടെ വെച്ച് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെയോ സംസാരത്തിന്റെ ഒന്നും കാര്യം ആഗ്രഹിക്കുന്നില്ല. അതവിടെ കഴിഞ്ഞു. ഞാൻ എവിക്റ്റായി പോയി, അതേപോലെ മസ്താനി എവിക്റ്റായി പോയി. ഞാൻ ഇതുവരെ ഈ നിമിഷം വരെയായിട്ടും ഞാൻ മസ്താനിനെ കോണ്ടാക്ട് ചെയ്യാനോ നമ്മളെ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനോ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് പല ഓൺലൈൻ മീഡിയകളും എന്നോട് ചോദിക്കും മസ്താനിയുമായിട്ടുള്ള പ്രശ്നം എന്തായി, മസ്താനിയുള്ള പ്രശ്നം എന്താ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അയ്യോ ചേട്ടാ അതൊക്കെ അന്നേ കഴിഞ്ഞു പോയല്ലേ ചേട്ടാ. അല്ല, എന്നോട് പല ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ കഴിഞ്ഞ കാര്യങ്ങൾ പല ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അതിന് വെറുതെ ദയവ് ചെയ്ത് എന്നെ അതിന്റെ പുറകെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി വരില്ല. അത് കഴിഞ്ഞു. അത് എന്റെ ബാധിക്കുന്ന പ്രശ്നമല്ല. അത് കഴിഞ്ഞു. ഇനി വീണ്ടും 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 എന്റെ തലയിലോട്ട് ഇങ്ങനെ കല്ലിട്ട് ഞാൻ ഓൾറെഡി കല്ല് ഒരുപാട് കയറ്റി വാങ്ങി. ഞാൻ ഇപ്പൊ നൂറേയും അഭിലാഷിന്റെ അടുത്ത് പറഞ്ഞപ്പോ എനിക്ക് അതിനകത്ത് ഒരു കാര്യം ഞാൻ നിന്റെ അടുത്ത് പറയാമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഓൾറെഡി അവള് പിന്നുള്ള കൂടെ നീയും അനുഭവിക്കുന്നു, അവളും അനുഭവിക്കുന്നു. പക്ഷെ നീയും ഒരു കാര്യം ഇല്ലാണ്ടാണ് അനുഭവിക്കുന്നത്, ഒരു കാര്യം ഇല്ലാണ്ടാണ് അവള് ദ്രോഹിച്ചത്. അതൊക്കെ എനിക്കറിയാട്ടോ. ഇവിടുത്തെ ഏറ്റവും നല്ല ഇവിടുത്തെ ഹാപ്പിയസ്റ്റ് മൊമെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഉറക്കം വരുന്നവർ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. നമ്മള് അയ്യോ എനിക്കിത് പറ്റിയല്ലോ, അച്ഛൻ ഒരിക്കലും